ഹലോ എവ്രി വൺ, ഷന പുത്തൻകോട്ട് ഹിയർ. നമ്മളിന്ന് മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു ഐഡിയ നോക്കാം. ഓക്കെ, ഞാനൊരു പ്രോഡക്റ്റ് 100 രൂപയ്ക്ക് വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ CP കോസ്റ്റ് പ്രൈസ് 100, ഞാനത് 120 രൂപയ്ക്ക് വിറ്റു. എൻ്റെ സെല്ലിംഗ് പ്രൈസ് 120. അപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഞാൻ 120 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ എനിക്ക് 20 രൂപ എന്താണ് ലാഭമാണ്. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എന്താണ് 20 രൂപ. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് എത്രയാണ്? 20 ബൈ CP എത്രയാണ്? 100 ഇൻറ്റു 100 പെർസെൻറ്റേജ് അല്ലേ, 20%. ഓക്കെ ആണല്ലോ. ഇനി ഇനി CP 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ഞാൻ 80 രൂപക്കാണ് വിറ്റത്. 100 രൂപക്കാണ് വാങ്ങിച്ചത്, 80 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പൊ എനിക്ക് നഷ്ടമാണ്, 20 രൂപ നഷ്ടമാണ്. അപ്പൊ എന്റെ നഷ്ടശതമാനം എങ്ങനെയാണ് കാണുക? നഷ്ടമായ 20 വാങ്ങിച്ച 100 ഇൻറ്റു 100. ഇപ്പൊ 20% നഷ്ടമാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നമുക്ക് വേറൊരു കോൺസെപ്റ്റ് നോക്കാം. ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ CP എന്ന് പറയുന്ന എപ്പോഴും 100% ആയിരിക്കും. ഓക്കെ, ഏതൊരു പ്രോഡക്റ്റിന്റെ CP എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഇനി ലാഭം 20% ആണെങ്കിൽ SP എന്തായിരിക്കും? പ്രോഡക്റ്റിന്റെ 100 രൂപയും കിട്ടി, 100% കിട്ടി, അതിനോടൊപ്പം തന്നെ ലാഭമായിട്ടുള്ള ഒരു 20% കൂടെ കിട്ടി. അപ്പൊ SP എന്തായിരിക്കും? 120%. ഇനി നമുക്ക് നഷ്ടമാണ് വന്നതെന്ന് വിചാരിക്കുക, 20% നഷ്ടമാണ് വന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ SP എന്തായിരിക്കും? പ്രോഡക്റ്റിന്റെ വിലയായ 100%-ൽ നിന്ന് നഷ്ടം സംഭവിച്ച് 20 കുറയ്ക്കണം. അപ്പൊ 80% ആയിരിക്കും നമ്മുടെ SP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CP എപ്പോഴും 100% ആയിരിക്കും. SP പ്രോഫിറ്റ് ആണെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് SP എഴുതും. ഇനി ലോസ് ആണെങ്കിൽ CPയിൽ നിന്ന് അത് മൈനസ് ചെയ്തിട്ട് SP എഴുതും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരാള് 2 നാരങ്ങ 1 രൂപയ്ക്ക് മേടിച്ചു. അപ്പൊ അവിടുത്തെ CP എന്തായിരിക്കും? വാങ്ങിയ വിലയാണ് 2 നാരങ്ങ 1 രൂപയ്ക്ക്. അപ്പോ ഒരു നാരങ്ങയുടെ വില എന്താണ്? 1/2 അല്ലേ, 1/2 റുപ്പീസ്. അതായത് 2 നാരങ്ങ കൂടെ 1 രൂപയാവുള്ളൂ. അപ്പൊ ഒരു നാരങ്ങക്ക് 50 പൈസ, അതായത് അര രൂപ. ഓക്കെ, ½ റുപ്പീസ് എന്ന് എഴുതാം. ഇനി SP നോക്കാം. SP എന്താണ്? 4 നാരങ്ങക്ക് 3 രൂപ. അപ്പോ ഒരു നാരങ്ങയുടെ SP എന്താണ്? 3/4 അല്ലേ? ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഇയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായതെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ലാഭം നഷ്ടം എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? CP മൈനസ് SP ബൈ 100 അല്ലേ. അപ്പൊ ഇവിടെ വാങ്ങിയത് അര രൂപയ്ക്കും വിറ്റത് 1/4 രൂപയ്ക്കുമാണ്. അപ്പൊ എന്താണേലും ഇയാൾക്ക് ലാഭമാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, 3/4 മൈനസ് 1/2 അല്ലെ. SP ആയ 3/4 മൈനസ് 1/2. ഇനി എന്ത് വെച്ചിട്ടാ ചെയ്യേണ്ടത്? 1/2 വെച്ചിട്ടല്ലേ ചെയ്യേണ്ടത്? CP ആയ 1/2 ഇൻറ്റു 100. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യണം അല്ലേ, ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കണ്ടേ? 4. അപ്പൊ 3 മൈനസ് 2/4 ഡിവൈഡഡ് ബൈ 1/2 ആണ്. അതെന്താവും? ഇൻറ്റു 2/1 ആവും. 3 2 കുറച്ച് കഴിഞ്ഞാൽ 1, 1 ഇൻറ്റു 2/4, അതായത് 2 ഈ 2 4 അല്ലേ. ഇനി ഒരു 100 വെച്ചിട്ട് ഇത് ചെയ്യണ്ടേ, പെർസെൻറ്റേജ് ആക്കാൻ. അപ്പൊ 100/2 50% ആയിരിക്കും നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോർമലി ഇങ്ങനെ ഒരു മെത്തേഡിൽ ചെയ്യാം. ഇനി അതല്ലാതെ ഇതിപ്പോ എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? 3/4 മൈനസ് 1/2, അതായത് SP മൈനസ് CP ബൈ CP ഇൻറ്റു 100. 3/4 മൈനസ് 1/2 എന്ന് പറയുന്നത് 3 മൈനസ് 2/4, അതായത് 1/4
ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു 100. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 50% കിട്ടും. ഇനി ഇതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഇതൊരു ഷോർട്ട് കട്ടാണ്, നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം. ആദ്യം നമ്പർ എന്ന് എഴുതുക, റേറ്റ് എന്ന് എഴുതുക. ആദ്യം എത്ര നാരങ്ങയുണ്ട്? 2 നാരങ്ങ. എത്ര രൂപയാണ്? 1 രൂപ. അതങ്ങനെ എഴുതി. ഇനി വിറ്റത് എത്ര നാരങ്ങയുണ്ട്? 4 നാരങ്ങ. എത്ര രൂപയാണ്? 3. ഇനി പെർസെൻറ്റേജ് കാണാനാണെങ്കിൽ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാനാണെങ്കിൽ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 2 6 മൈനസ് 4 ഇൻറ്റു 1 4 ബൈ ഇത് തന്നെ 4 ഇൻറ്റു 100. 6ൽ നിന്ന് 4 കുറച്ചാൽ 2 2/4 ഇൻറ്റു 100 50%. ഇനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യ ആണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, നെഗറ്റീവ് ആണ് നമ്മുടെ നമ്പർ എങ്കിൽ അത് ലോസ് പെർസെൻറ്റേജ് ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഈസി മെത്തേഡ്. മറ്റേത് നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, 2 രീതിയിലും ചെയ്യാം, 2 രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു പാറ്റേൺ, അതായത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റേഷ്യോ ഓഫ് CP and SP is 5:7. What is the profit or loss percentage? അപ്പോൾ ഇവിടെ CPയുടെയും SPയുടെയും പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്. CP by SP is equal to 5/7. ഇങ്ങനെ എഴുതാലോ ഇത്. അപ്പൊ നമുക്കിവിടെ CPനെ 5 SP-നെ 7 എടുക്കാം. ഇനി നമുക്കിത് കാണാൻ എളുപ്പമാണല്ലോ. CP മൈനസ് SP അല്ലേ, നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാണാം? ഇതിപ്പോ ലാഭമാണെന്ന് നമുക്ക് മനസ്സിലായി, കാരണം SP അല്ലേ കൂടുതലുള്ളത്. 7 മൈനസ് 5 2 2/CP എന്താണ്? 5 ഇൻറ്റു 100 40%. വളരെ സിമ്പിൾ ആണല്ലോ. അപ്പോ പ്രോഫിറ്റ് CP SP റേഷ്യോയിൽ തരികയാണെങ്കിൽ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. സിമ്പിൾ ആണ്. ഇത് എളുപ്പമാണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ആള് 100 ഡസൺ ടോയ്സ് എണ്ണമല്ല പറഞ്ഞിരിക്കുന്നത്, 100 ഡസൺ ടോയ്സ് ആണ്. ഒരു ഡസൺ എന്ന് പറയുന്നത് എന്താണ്? 12 ആണ് അല്ലേ. ഓക്കെ, ഒരു ഡസൺ എന്ന് പറയുന്നത് 12 ആണ്. അങ്ങനത്തെ 10 ഡസൺ ഉണ്ട്. ഓക്കെ, അത് അയാള് 400 രൂപക്കാണ് വാങ്ങിച്ചത്. പിന്നീട് അയാള് ഓരോ ടോയും 35 രൂപക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് എത്രയാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ ഡസണിലേക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ CP നോക്കാം. CP എന്താണ്? വാങ്ങിച്ച വില എന്താണ്? 400 രൂപയാണ് അല്ലേ ഒരു ഡസണിന്. അങ്ങനെ എത്ര ഡസൺ വാങ്ങിച്ചു? 10 ഡസൺ വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപയായി? 4000 രൂപ ടോട്ടൽ CP ആയി. ഇനി വിറ്റ വില, ഓരോ ടോയ്ക്കും 35 രൂപ വെച്ചിട്ടാണ് വിറ്റത്. ഓക്കെ, അങ്ങനെ എത്ര ഡസൺ ഉണ്ട്? 10 ഡസൺ ഉണ്ട് അല്ലേ. 35 രൂപ വെച്ച് 10 ഡസൺ ഉണ്ട്. ഓരോ ഡസണിൽ എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര രൂപയായി? 35 ഇൻറ്റു 10 ഇൻറ്റു 12. അത് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാം കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 4200 കിട്ടും. CPയും SPയും കിട്ടിയല്ലോ. ഈ പ്രോഫിറ്റ് കാണാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാൻ ബുദ്ധിമുട്ടില്ലല്ലോ. SP അല്ലേ ഇവിടെ കൂടുതൽ. അപ്പൊ എന്താണ്? ഇവിടെ പ്രോഫിറ്റ് ആണ് വന്നിരിക്കുന്നത്. 4200-ൽ നിന്ന് 4000 കുറക്കുമ്പോൾ 200 ബൈ CP എന്താണ്? 4000 ഇൻറ്റു 100. 5% അല്ലേ. സിമ്പിൾ ആണല്ലോ. അപ്പൊ ഇവിടെ ആദ്യത്തെ ഡസണിലാണ് തന്നിരിക്കുന്നത്, രണ്ടാമത്തെ നമ്പറിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ഡസണിലേക്ക് ആക്കിയിട്ട് ചെയ്താൽ മതി, നമ്മുടെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A cycle was bought for rupees
2000 and was sold for 12% profit. Find the selling price. നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ, നമ്മൾ നേരത്തെ ചെയ്തതല്ല, ഞാൻ ആദ്യം പറഞ്ഞ പാറ്റേൺ ആണ്. സിമ്പിൾ ആണ്. ഇവിടെ വാങ്ങിയ വില എന്ന് പറയുന്നത് എന്താണ്? 100%. വാങ്ങിയ വില എത്രയാണെന്നാണ് തന്നിരിക്കുന്നത്? 2000 ആണെന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇനി എത്ര ശതമാനം ലാഭത്തിനാണ് വിറ്റിരിക്കുന്നത്? 12%. അപ്പൊ ഇവിടുത്തെ SP എന്തായിരിക്കും? 112% എത്രയാണ് എന്നാണ് നമ്മൾ കാണേണ്ടത് അല്ലെ. 100% 2000 ആണെങ്കിൽ ഈ 100ന്റെ കൂടെ എന്ത് ചേർക്കുമ്പോഴാണ് 2000 കിട്ടിയത്? 20 ചേർക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ SP കാണാൻ 112ന്റെ കൂടെ 20 ചെയ്താൽ പോരെ? അല്ലെങ്കിൽ നമുക്ക് ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ എന്താണെന്നല്ലേ, x ഇൻറ്റു അത് ചെയ്താൽ അങ്ങനെ തന്നെയാണ് കിട്ടുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2240 കിട്ടും. മെത്തേഡ് സിമ്പിൾ ആണല്ലോ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാട്ടോ. അതായത് ഇത്രേ ഉള്ളൂ. 100% വാങ്ങിയ വില എന്ന് പറയുന്നത് 2000, വിറ്റ ശതമാനം അല്ലെ 12% ലാഭത്തിനാണ്. അപ്പോൾ വിറ്റ വില എന്തായിരിക്കും? 112%. 112% എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 2000 ഇൻറ്റു 112. എക്സ് ഇവിടെ നിർത്തിയിട്ട് ഈ 100നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 20 ഇൻറ്റു 112 അല്ലെ. അപ്പോഴും ഇത് തന്നെയല്ലേ കിട്ടുക. നോക്കി, നേരത്തെ ചെയ്താണ് കുറച്ചും കൂടി എളുപ്പമുള്ളത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും നിൽക്കണ്ട. 100 2000 ആക്കാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 112ന്റെ അവിടെ എന്തുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 20 കൊണ്ട് തന്നെ ചെയ്യണം. അപ്പൊ അവിടെ ആൻസർ കിട്ടും പെട്ടെന്ന് തന്നെ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അത് സിമ്പിൾ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A book was bought for ₹500. ഒരു ബുക്ക് 500 രൂപയ്ക്ക് വാങ്ങിച്ചു. അതായത് 100% എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 500 രൂപയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 40% നഷ്ടത്തിനാ വിറ്റത്. അപ്പൊ SP എന്താണ്? 60%. അപ്പൊ 60% എത്രയാണ് എന്നാണ് നമ്മൾ കാണേണ്ടത് അല്ലെ. 100 500 ആവാൻ എന്താ ചെയ്ത്? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 60 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 300 ആയിരിക്കും അവിടുത്തെ SP എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. A person sold a product for ₹210 for 40% loss. അതിന്റെ അർത്ഥം എന്താണ്? 40% നഷ്ടത്തിന് അയാൾ 210 രൂപയ്ക്ക് വിറ്റു എന്നാണ്. അയാളുടെ SP ആണ് 210 തന്നിരിക്കുന്നത് അല്ലേ. 210 തന്നിരിക്കുന്ന അയാളുടെ SP ആണ്. അത് എത്ര ശതമാനം നഷ്ടത്തിന് വിറ്റപ്പോഴാണ്? 40%. അതായത് 60% എന്ത്? 210 എന്ന് പറയുന്നത്. 40% നഷ്ടത്തിന് വിറ്റപ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടി? 210 രൂപ കിട്ടിയെന്നാണ്. അതായത് അയാളുടെ SP എന്താണ്? 40% നഷ്ടം എന്ന് പറയുമ്പോൾ 100 മൈനസ് 40 60%ആണ് 210. ഓക്കെ, ഫോർ വാട്ട് പ്രൈസ് he should have sold the product to gain 20%. 20% ഗെയിൻ കിട്ടണമെങ്കിൽ, അതായത് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 20% ലാഭത്തിനാണെങ്കിൽ, അതായത് 20% ലാഭം കിട്ടുക എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായിരിക്കും? 120%. അതേ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. 120% എത്രയാണ് എന്നാണ് ചോദ്യം. 60 210 ആവുന്ന എപ്പോഴാണ്? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 210 ഇൻറ്റു 120. എക്സ് ഇസ് ഈക്വൽ ടു 210 ഇൻറ്റു 120/60. 0 ക്യാൻസൽ ചെയ്തു. 6 ഇൻറ്റു 2 12. അതായത് 420 രൂപ. ഇതെങ്ങനെയാണ് ആൻസർ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒരാള് വിറ്റപ്പോൾ, നേരത്തെ നമ്മൾ ഇത്ര നേരം സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് പ്രൈസാ പറഞ്ഞതെങ്കിൽ ഇയാൾ 40% നഷ്ടത്തിന് വിറ്റപ്പോൾ അയാൾക്ക് 210 രൂപ കിട്ടി. അതായത് അയാളുടെ സെല്ലിംഗ് പ്രൈസ് 60% എന്ന് പറയുന്നത് 210 ആണ്. ഇനി അയാള് 20% ലാഭം കിട്ടണമായിരുന്നെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നാണ് ചോദ്യം. അതായത് 20% ലാഭം കിട്ടുക എന്ന് പറയുമ്പോൾ അയാളുടെ വിറ്റ വില എന്തായിരിക്കും? 120%. അത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യമാണ്. അഗെയിൻ ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. A product was sold for 4% profit.
If 77 rupees was charged extra, the profit would be 15%. Find the CP. അതായത് ഒരാൾ ഒരു സാധനം വിറ്റു 4% ലാഭത്തിന്. 4% ലാഭം എന്ന് പറയുമ്പോൾ അയാളുടെ വിറ്റ വില എന്താണ്? 104%. ഇനി ഒരു 77 രൂപയും കൂടെ അധികം അയാള് ഈടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അതായത് ഈ SP യുടെ കൂടെ 77 കൂടെ എക്സ്ട്രാ ഈടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് എന്താകുമായിരുന്നു? 15% ആകുമായിരുന്നു എന്നാണ്. അതായത് അയാളുടെ വിറ്റ വില 115% എന്നുള്ളതല്ലേ. അപ്പോ ഈ 77 എന്ന് പറയുന്നത് എന്താണ്? 115 മൈനസ് 104 ഈ 77 എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 11%. ഫൈൻഡ് ദ CP എന്ന് പറയുമ്പോൾ എന്താണ്? CP എത്ര ശതമാനമാണ്? 100%. എത്രയാണെന്നാണ് ചോദ്യം. 11% 77 ആണെങ്കിൽ 11നെ 7 കൊണ്ട് ചെയ്തപ്പോഴല്ലേ 77 കിട്ടിയത്. അപ്പൊ 100നെയും 7 കൊണ്ട് ചെയ്യുക. അപ്പൊ എന്തായിരിക്കും? വാങ്ങിയ വില 700 ആയിരിക്കും. സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല, ഒരാള് ഒരു പ്രോഡക്റ്റ് 4% ലാഭത്തിന് വിറ്റപ്പോൾ, അതായത് അയാളുടെ വിറ്റ വില എന്താണ്? 4% ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ 104%. അതിന്റെ കൂടെ ഒരു 77 രൂപയും കൂടെ അധികം ഈടാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് 15% ലാഭം കിട്ടുമായിരുന്നു എന്നാണ്. അതായത് 15% ലാഭം എന്ന് പറയുമ്പോൾ അയാളുടെ വിറ്റ വില എന്താണ്? 115. അത്രേ ഉള്ളൂ, 115%. ഈ 77 എന്ന് പറയുന്നത് എന്താണ്? 115% മൈനസ് 104%. അതായത് 77 എന്ന് പറയുന്നത് 11%. നമ്മുടെ അടുത്ത് CP ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് 100%. 11% 77 ആണെങ്കിൽ 100% എത്രയായിരിക്കും? 11 77 അവൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 100ന്റെ കൂടെ 7 കൊണ്ട് തന്നെ, അതായത് 700 രൂപ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ഈ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്കിത് ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു വാച്ച് 20% ലാഭത്തിന് വിറ്റു. അതായത് SP എന്താണ്? 20% ലാഭം എന്ന് പറയുമ്പോൾ 120% അയാളുടെ SP. ഇനി if it was sold for a profit of 25%, the shopkeeper would have gotten 200 rupees extra. നേരത്തെ ചെയ്ത അതേ സാധനം തന്നെയാണ്. 200 രൂപ കൂടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ 25% ലാഭം കിട്ടിയേനെ. അതായത് വിറ്റ വില എന്തായേനെ? 125 ആയേനെ. 200 ഇവിടെ നിർത്തിയിട്ട് 125 മൈനസ് 120%. അപ്പോ 5% ഇവിടെ എന്ത്? 200 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ CP. 100% എത്രയാണെന്നാണ് ചോദ്യം. 5 200 ആവാൻ എന്താ ചെയ്തത്? 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 40 തന്നെ. അപ്പൊ എന്തായിരിക്കും CP? 4000. സിമ്പിൾ ആണല്ലോ. ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് അല്ലെ. ഓക്കെ, ഇനി CP ഓഫ് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു ഷോർട്ട് കട്ടാണ് ഇപ്പൊ ഈ പറയുന്നത്. CP ഓഫ് 25 പ്രോഡക്ട്സ്, അപ്പൊ ഇവിടെ 25 എന്ന് എഴുതുക. ആൻഡ് SP ഓഫ് 20 പ്രോഡക്ട്സ് ആർ സെയിം. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ്. ഇത് കാണാൻ വളരെ സിമ്പിൾ ആണ്. 25 5 കുറയ്ക്കുക, 5 എഴുതി. ഇനി താഴെ നേരത്തെ SP അവിടെ ഉള്ളതാണ് താഴെ എഴുതേണ്ടത്. ഇൻറ്റു 100 എന്തായിരിക്കും? 25%. ഇവിടെ CP ഓഫ് 25 പ്രോഡക്ട്സ് SP ഓഫ് 20 പ്രോഡക്ട്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ CPനെ 20 ആയിട്ട് എടുക്കുന്നത്, SPനെ 25 ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ 25 മൈനസ് 20 ബൈ 20 ഇൻറ്റു 100. അപ്പൊ 25% ആണ് ലാഭം വരുന്നത്. ഓക്കെ, എളുപ്പമാണല്ലോ ഈ ക്വസ്റ്റ്യൻ. ഇതും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിന്റെ ആൻസർ ഇവിടെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് വി ബൈ 22 pens, അതായത് CPയുടെ അവിടെ 22 എന്നിട്ടു. വി ഗെറ്റ് 3 pens ഫോർ ഫ്രീ. അപ്പൊ SP എന്തായിരിക്കും? 22 പെന്ന് വാങ്ങുമ്പോൾ 3 പെന്ന് ഫ്രീ കിട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ 22 പെന്ന് വാങ്ങിക്കുമ്പോൾ ഈ കടക്കാരൻ ശരിക്കും 3 പെന്ന് ഫ്രീ തരുമ്പോൾ അയാൾ എത്ര വിൽക്കുന്നുണ്ട്? 25 പെന്ന് വിൽക്കുന്നുണ്ട് ശരിക്കും അല്ലേ.
പക്ഷെ അയാൾ വാങ്ങിക്കുമ്പോൾ 22 പെന്നിന്റെ വിലയാണ്, വിൽക്കുമ്പോൾ അയാൾ 3 പെന്ന് നമുക്ക് അധികം തരുന്നതുകൊണ്ട് 25 വിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണുന്നത്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എന്താണ്? ഇതേപോലെ തന്നെ 25 മൈനസ് 22 മൈനസ് 3 ഇത് ഇപ്പൊ ഇയാൾക്ക് നഷ്ടമാണ് അല്ലേ, ഡിസ്കൗണ്ട് തരുമല്ലേ, അപ്പൊ അയാൾക്ക് നഷ്ടമാണ്, അതുകൊണ്ട് മൈനസ് ഇട്ടത്, ബൈ 25 ഇൻറ്റു 100. അപ്പൊ അയാൾക്ക് -12%, അതായത് 12% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയത്. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ വാങ്ങിയത് 22, വിൽക്കുമ്പോൾ 25 കണക്കാക്കണം, കാരണം 3 പെന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കടക്കാരന് ഇതെന്താണ്, ശരിക്കും നഷ്ടമാണ് അല്ലേ, പക്ഷെ നമുക്ക് ഡിസ്കൗണ്ട് ആണല്ലോ. അപ്പൊ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25 മൈനസ് 22 ബൈ 25 ഇൻറ്റു 100. ഓക്കെ, എളുപ്പമാണല്ലോ. ഇനി a shopkeeper claims that he sells for the same rate he bought it. ഒരു ഷോപ്പ് കീപ്പർ പറയാണ്, അയാള് എത്ര രൂപക്കാണോ വാങ്ങിച്ചത് അത്ര രൂപക്ക് തന്നെയാണ് അയാൾ വിൽക്കുന്നത്. ബട്ട് ഹി യൂസസ് ദി വെയിറ്റ് ഓഫ് 900 gram ഇൻസ്റ്റെഡ് ഓഫ് 1 kilogram. വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അതായത് അയാള് വാങ്ങിക്കുമ്പോ 100 gram 1000 gram ആണ് വാങ്ങിക്കുന്നത്, പക്ഷെ അയാൾ വിൽക്കുമ്പോ 1 kilogram വിൽക്കുമ്പോൾ അയാൾ 900ന്റെ അട്ടിയാണ് ഇടുന്നത് അല്ലെ, കട്ടിയാണ് ഇടുന്നത്. അപ്പൊ അയാൾ വിൽക്കുമ്പോ ശരിക്കും 900 gram അല്ലേ കൊടുക്കുന്നുള്ളൂ അല്ലെ. വാങ്ങിക്കുമ്പോ അയാൾ 1000 gram വാങ്ങിക്കുന്നു, 1 കിലോ വാങ്ങിക്കുന്നു, പക്ഷെ കൊടുക്കുമ്പോ അയാൾ 900 കൊടുക്കുന്നുള്ളൂ അല്ലെ. അപ്പൊ 1000 ഗ്രാമിന്റെ വാങ്ങിച്ചിട്ട് അയാൾ 900 gram ആണ് എന്ത് അയാള് വിൽക്കുമ്പോ കൊടുക്കുന്നുള്ളൂ. 1 kilogram എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് 900 ആണ്. അപ്പൊ എന്താണല്ലോ അയാൾക്ക് ലാഭമായിരിക്കും. അപ്പൊ ലാഭശതമാനം എങ്ങനെ കാണാം? 1000 മൈനസ് 900 100 gram അല്ലെ. ഒരു 100 gram എപ്പോഴും അയാൾക്ക് അധികം കിട്ടും, ഡിവൈഡഡ് ബൈ CP 1000 ഇൻറ്റു 100. എത്ര ശതമാനം? സോറി, CP ഇവിടെ SP ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 900 ബൈ 900 വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോറി, അതായത് CP 1000 gram, SP 900 gram. ഇനി ഈ കടക്കാരന് ശരിക്കും 900 ഗ്രാമിന്റെ വിലയല്ലേ ആവുന്നുള്ളൂ അല്ലെ. ഒരാൾക്ക് 1000 gram കൊടുക്കുമ്പോൾ 900 ഗ്രാമിന്റെ വിലയല്ലേ ആവുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ 900 ആണ് താഴെ എഴുതേണ്ടത്. ഓക്കെ, 1000-ന് 900 കൊടുക്കുമ്പോൾ 100 ബൈ 900, സോറി ഒരു 2 പൂജ്യമുള്ള ഇൻറ്റു 100. അപ്പോൾ 100 ബൈ 9, 100 ബൈ 9, ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടും അല്ലേ. 11 ബൈ 11 ഇൻറ്റു 1/9% എന്ന് കിട്ടും. ഓക്കെ, അതും സിമ്പിൾ ആണ്. 11 ഇൻറ്റു 1/9. ഓക്കെ, a person buying sugar regularly for 400 rupees. അപ്പോൾ അയാൾ 400 രൂപക്കാണ് സ്ഥിരം ഷുഗർ മേടിക്കുന്നത്. ബട്ട് നൗ ദർ ഇസ് എ റേറ്റ് ഡിക്രീസ് ഓഫ് 10%. അതായത് ഒരു 10% അയാൾക്ക് പ്രോഫിറ്റ്, അതായത് 10% അയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? വിലക്കുറവ് കിട്ടുന്നുണ്ട്. അതായത് 400 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്ത് ഒരു 10% എന്തുണ്ട്? വിലക്കുറവുണ്ട്, അതായത് 40 രൂപ കുറയുന്നുണ്ട്. ഓക്കെ, ഫോർ ദിസ് ഈ 40 രൂപ കുറയുമ്പോൾ, ബട്ട് നൗ ദർ ഇസ് എ റേറ്റ് ഡിക്രീസ് ഓഫ് 10% ആൻഡ് ഹി ഗോട്ട് 4 kilogram എക്സ്ട്രാ. ഈ 10% വിലക്കുറവ് ഉണ്ടായപ്പോൾ അയാൾക്ക് 4 kilogram എക്സ്ട്രാ കിട്ടിയെന്നാണ്. അപ്പൊ ഈ ലാഭം കിട്ടിയത്, അതായത് ഈ 10% കുറവുണ്ടായപ്പോഴാണല്ലോ ഇയാൾക്ക് ഈ 4 kilogram എക്സ്ട്രാ കിട്ടിയത്. അതായത് ഈ 40 രൂപ ആണ് എന്ത് 4 kilogram എക്സ്ട്രാ കിട്ടിയതിന്റെ വില അല്ലെ. അപ്പൊ 1 kilogram ഷുഗറിന്റെ വില എന്തായിരിക്കും? 40 ബൈ 4, 10 രൂപ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. അതായത് ഒരാള് സ്ഥിരമായിട്ട് 400 രൂപയ്ക്ക് ഷുഗർ മേടിക്കുന്നു, ഒരു 10% ലാഭം അല്ലെങ്കിൽ ഒരു വിലക്കുറവ് ഉണ്ടായപ്പോൾ അയാൾക്ക് 4
കിലോഗ്രാം എക്സ്ട്രാ കിട്ടി. അതായത് ഈ വിലക്കുറവ് എത്രയാണ്? 400 × 10/100, 40 രൂപയാണ് വിലക്കുറവ്. ആ 40 രൂപക്ക് അയാൾക്ക് എത്ര കിലോഗ്രാം എക്സ്ട്രാ കിട്ടി? 4 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ 1 കിലോഗ്രാമിന്റെ വില എന്താണ്? 40/4, 10 രൂപ. ഓക്കെ, വെരി സിമ്പിൾ അല്ലെ? പെട്ടെന്ന് എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇത് ഡിസ്കൗണ്ടിന്റെ ഒരു ചോദ്യമാണ്. ഡിസ്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അരുൺ bought a TV for a discount of 20%. If he had bought it for a discount of 25%, he would have earned a profit of ₹500. Find the CP. Okay. നമുക്കറിയാം CP എന്ന് പറയുന്നത് എന്താണ്? CP എന്ന് പറയുന്നത് 100% ഇനി ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 20% ഡിസ്കൗണ്ടിനാണ് അരുണ് TV വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ 100% കൊടുക്കണോ? 20% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഇപ്പൊ വാങ്ങിച്ച വില എന്താണ്? 20% അല്ലെ? 20% പ്രോഫിറ്റിനാണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനാണ് അയാൾ വാങ്ങിച്ചത്. ഓക്കെ, ഇനി അയാള് ഡിസ്കൗണ്ട് 25% ആയിരുന്നെങ്കിൽ ഒരു 100 രൂപ അധികം, 500 രൂപ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നാണ്. അതായത് ഈ 25% മൈനസ് 20% എന്ന് പറയുന്നത് 500 ആണെന്നല്ലേ പറയുന്നത്? അതായത് 5% എന്ന് പറയുന്നത് 500 ആണ്. അങ്ങനെയാണെങ്കിൽ 100% എത്രയാണെന്നാണ് ചോദ്യം. 5% 500 ആവാൻ 100 കൊണ്ട് ചെയ്തു. അപ്പോ 100% ആവാൻ അയാൾക്ക് 100% എടുക്കണോ? ഇവിടെ ഡിസ്കൗണ്ട് 20% ഉണ്ട്. അപ്പൊ ആ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ഇനിയിപ്പോ 80% കൊടുത്താൽ പോരെ അല്ലെ? അപ്പൊ വിറ്റ വില 100%, വാങ്ങിച്ച വില 100% എടുക്കണ്ട. ഒന്നുകൂടെ പറയാം, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് അരുണ് ഒരു TV വാങ്ങിച്ചു. അപ്പൊ ശരിക്കും നമ്മൾ CP എടുക്കുന്ന എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. പക്ഷെ ഇനിയിപ്പോ നമ്മൾ 100% എടുക്കണോ? കാരണം ഡിസ്കൗണ്ട് ഉണ്ട് അരുണിന് അല്ലെ? 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അരുൺ ഇപ്പൊ എത്ര രൂപക്കായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എത്ര ശതമാനത്തിനായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക? 80%. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യണേ, ഞാൻ അവിടെ പറയാൻ വിട്ടുപോയി. അതായത് സാധാരണ നമ്മൾ CP എടുക്കുക 100% പ്രോഡക്റ്റിന്റെ. പക്ഷെ ഇപ്പൊ അയാൾക്കൊരു 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ അയാൾ 80% ആണ് ഇപ്പൊ അയാളുടെ CP. ഇനി ഈ 20% ഡിസ്കൗണ്ട് അല്ല, 25% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര രൂപ എക്സ്ട്രാ കിട്ടുമായിരുന്നു എന്നാണ് പറഞ്ഞ പ്രോഫിറ്റ്? 500 രൂപ. അതായത് 25% അല്ല, 20% അല്ല, 25% ആയിരുന്നെങ്കിൽ, അതായത് 25% മൈനസ് 20% ആണ് 500. അതായത് 5% ആണ് 500. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ 80% എത്രയാണ് എന്നാണ് കാണേണ്ടത്. ഓക്കെ, 80% എത്രയാണെന്നാണ്. 5 500 ആവാൻ 100 കൊണ്ട് ചെയ്തു. 80 100 കൊണ്ട് ചെയ്യുമ്പോൾ 8000. ഓക്കെ, സിമ്പിൾ ആണല്ലോ. അതായത് ഇവിടെ ഈ ഒരു കോൺസെപ്റ്റ് മാത്രം ഓർത്താൽ മതി. ആ 20% ഡിസ്കൗണ്ടിന് പകരം 25 ആയിരുന്നെങ്കിൽ 500 രൂപ അധികം കിട്ടുമായിരുന്നു. അതായത് 25% മൈനസ് 20% എന്താണ്? 500. അതായത് 5% എന്ന് പറയുന്ന 500. ഇനി നമ്മളിവിടെ വാങ്ങിയ വിലയാണ് കാണേണ്ടത്. ഇത് 100% എടുക്കണ്ട, കാരണം 20% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ 80% എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ എന്താണ് അത്? 8000 ആണ്. സിമ്പിൾ ആണല്ലോ. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഞാൻ അവിടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹരി ബോട്ട് എ ഷർട്ട് ഫോർ 30% ഡിസ്കൗണ്ട്. നമുക്കറിയാം ഒരു പ്രോഡക്റ്റിന്റെ വാങ്ങിയ വില എന്ന് പറയുന്നത് CP എന്ന് പറയുന്നത് 100% ഇവിടെ 100% എടുക്കണോ? 30% ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ 70% ആണ് ഇപ്പൊ ഇവിടുത്തെ CP എന്ന് പറയുന്നത്. ഇഫ് there were no discount, he should have paid 180 more. അതായത് ഇവിടെ ഇപ്പോ 70% ആണ് ഉള്ളൂ അല്ലെ? ഇവിടെ 30% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ 70%. പക്ഷെ ഡിസ്കൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് കൊടുക്കണമായിരുന്നു? 100% മുഴുവൻ കൊടുക്കണമായിരുന്നു. അതില്ലായിരുന്നെങ്കിൽ 150 രൂപ അധികം കിട്ടുമായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ? 150 രൂപ അധികം കൊടുക്കണമായിരുന്നു. അതായത് 100% മൈനസ് 70% എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 180 ആണെന്ന്. ഓക്കെ, അതായത് 30% 180. അങ്ങനെയാണെങ്കിൽ CP 100% എത്രയാണെന്നാണ്? ഇത് 6 കൊണ്ട് ചെയ്യുമ്പോഴേ 180 കിട്ടുന്നേ. ഇൻറ്റു 6 ചെയ്യുമ്പോൾ 600. സോറി,
30% ആണ് എത്ര? 80. ഇനി 100% കാണണോ? 70% കണ്ടാൽ മതി. കാരണം CP 70% അല്ലേ. ഓക്കെ, ഞാനത് കുറെ തെറ്റിക്കുന്നുണ്ട് അല്ലേ. ഒന്നുകൂടെ പറയാം. ഹരി ഒരു ഷർട്ട് 30% ഡിസ്കൗണ്ടിന് വാങ്ങിച്ചു. CP 100%ആണ്. ഇനി 100% കൊടുക്കണ്ട, ഡിസ്കൗണ്ട് ഉണ്ട് 30%, അപ്പൊ 70%. ഇനി ആ ഡിസ്കൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ 100% കൊടുക്കണമായിരുന്നു. 150 അധികം ആവുമായിരുന്നു അല്ലേ, ഇല്ലായിരുന്നെങ്കിൽ. അപ്പോ 150 എന്ന് പറയുന്നത് എന്താണ്? 100 - 70, അതായത് 30%. ഇത്രേ ഉള്ളൂ അത്. ഓക്കെ, ഇനി നമ്മളിവിടെ വാങ്ങിയ വില എത്രയാണെന്നാണ്. അതായത് വാങ്ങിയ വില എന്ന് പറയുമ്പോൾ 30% ഡിസ്കൗണ്ട് വെച്ചിട്ട് 70% കണ്ടാൽ മതി. 30 × 6 ആണ് 180. അപ്പൊ 70 × 6 420 ആയിരിക്കും വാങ്ങിയ വില. സിമ്പിൾ ആണല്ലോ. അല്ലെ, CP 100%, 30% ഡിസ്കൗണ്ട്, ഇപ്പോൾ 70% പുതിയ പ്രൈസ്. അതായത് ആ ഡിസ്കൗണ്ട് ഇല്ലായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ 30% ഡിസ്കൗണ്ടിന്റെ പ്രൈസ് എത്രയാണ്? 180 ആണ്. അല്ലെങ്കിൽ 150 രൂപ അധികം കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ. അതായത് ആ ഡിസ്കൗണ്ടിന്റെ വിലയാണ് എന്ത്? 180 എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ 70%, അതായത് ഇനിയിപ്പോ വാങ്ങിക്കുന്ന വില എന്ന് പറയുമ്പോൾ 70% കൊടുത്താൽ മതി. എത്രയാണെന്നാ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇത് നമ്മൾ സക്സസീവ് ഡിസ്കൗണ്ട് കാണുന്ന സംഭവമാണ്. അതായത് a product is sold for 10% profit and 20% profit. Find the ratio of SPs. ഫസ്റ്റ് SP എന്താണ്? 10% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 110. സെക്കൻഡ് SP എന്താണ്? 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 120. ഇനി അതിന്റെ റേഷ്യോ കാണാനല്ലേ പറഞ്ഞിരിക്കുന്നത്. 110/120. 0 ക്യാൻസൽ ചെയ്യുമ്പോൾ 11:12. വെരി സിമ്പിൾ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ മാർക്ക്ഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പ്രൈസും പിന്നെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ ഉള്ള പ്രൈസും, അതാണ് ആ മാർക്ക്ഡ് MP എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. A seller sold a clock allowing 20% discount and then 10% discount. Okay, if the clock was sold for 108 rupees, find the MP. MP എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ്. ഓക്കെ, MP. അപ്പോൾ ക്ലോക്കിന്റെ മാർക്ക്ഡ് പ്രൈസ് X ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി ആദ്യം അയാള് 20% ഡിസ്കൗണ്ട് കൊടുത്തു. 20% ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇനി 80% കൊടുത്താൽ പോരെ. 20% ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 80% കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പൊ ഇനി MPന്റെ 90% കൊടുത്താൽ മതി. ഇത് എത്ര രൂപക്കാണെന്നാണ് പറയുന്നത്? 108 അല്ലെ. അങ്ങനെ ഇതെല്ലാം ഈ ഡിസ്കൗണ്ടുകളെല്ലാം കഴിഞ്ഞിട്ട് അയാൾ 108 രൂപക്ക് വിറ്റു എന്നാണ് പറയുന്നത്. മാർക്കറ്റ് പ്രൈസിൽ ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുത്തു, പിന്നെ 10% ഡിസ്കൗണ്ട് കൊടുത്തു. ഈ 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ പിന്നെ മാർക്കറ്റ് പ്രൈസിന്റെ 80% കൊടുത്താൽ മതി. പിന്നെ വീണ്ടും ഒരു 10% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇനി ആ മാർക്കറ്റ് പ്രൈസിന്റെ 90% കൊടുത്താൽ മതി അല്ലെ. അതായത് 10% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രോഡക്റ്റിന്റെ 90% വില കൊടുത്താൽ മതി എന്നല്ലേ അതിന്റെ അർത്ഥം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ അയാൾ 108 രൂപക്കാണ് അത് കൊടുത്തതെന്നാ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് ഈ 108, ഈ 2 0 അങ്ങോട്ട് പോയി. X എന്ന് പറയുന്നത് ഈ 9ഉം 8ഉം അങ്ങോട്ട് പോയി. 8 × 9. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 150 എന്ന് കിട്ടും. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് എന്താണ്? 150. X എന്ന് പറയുന്ന മാർക്കറ്റ് പ്രൈസ് ആണല്ലോ. അപ്പൊ X എന്താണ്? 150. സിമ്പിൾ ആണല്ലോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ് ദി MP be X ഇൻറ്റു മാർക്കറ്റ് പ്രൈസിന്റെ 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ 80% കൊടുത്താൽ മതി. ഇനി 10% വീണ്ടും ഡിസ്കൗണ്ട് കൊടുത്തു പറയുമ്പോൾ അതിന്റെ 90% കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അയാൾ എത്ര രൂപയായി? വില 108. അപ്പൊ X ഇതെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ X എന്ത് കിട്ടും? കട്ട് ചെയ്ത് കഴിയുമ്പോൾ 150 എന്ന് കിട്ടും. അതായത് മാർക്കറ്റ് പ്രൈസ് എന്താണ്? 150 ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് CP SP അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഇതിനകത്ത് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇനി വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ. താങ്ക് യു.